അല്ല, ഇവരെ ഈ പദ്ധതികളൊക്കെ പോകാൻ നേരത്ത് പ്രഖ്യാപിച്ച പദ്ധതികളാണ്. പോകാൻ നേരത്ത് 10 കൊല്ലം ഇരുന്നിട്ട് ഇതൊന്നും പറ്റിയില്ല. 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നപ്പോൾ പ്രഖ്യാപിക്കാതെ ഇലക്ഷന്റെ ഓഫ് ദി ഇലക്ഷന്റെ സായാഹ്നത്തിൽ പ്രഖ്യാപിച്ചാണ് ഈ പദ്ധതികൾ. സ്ത്രീ സുരക്ഷാ പദ്ധതി എപ്പോഴാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? ഫെബ്രുവരിയിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ തോറ്റേണ്ട്. ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് ഞങ്ങളത് പരിശോധിക്കുന്നു. ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, ക്യാബിനറ്റ് കഴിഞ്ഞുള്ള പത്രസമ്മേളനത്തിൽ ഞങ്ങളത് പരിശോധിക്കും. ആ ലിസ്റ്റ് ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് പോലും പരിശോധിക്കേണ്ടതാണ്. ഇലക്ഷൻ കാലത്ത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ലിസ്റ്റാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എന്തൊക്കെ പ്രഖ്യാപനം നടത്തിയത്? ഇപ്പൊ ജീവനക്കാരോട് ഭയങ്കര സ്നേഹമാണ്. നമ്മൾ ആകാംക്ഷയോട് കൂടി കാത്തിരുന്ന കേരള ബജറ്റ്, വി ഡി സതീശൻ സർക്കാരിന്റെ 16ാം നിയമസഭയുടെ ആദ്യ ബജറ്റാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഇതൊരു ഇടക്കാല ബജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സമ്പൂർണ്ണമായിട്ടുള്ള ബജറ്റ് അല്ല. ജൂണിലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ബജറ്റ് അവതരിപ്പിക്കാറുള്ളത്. ഇതിപ്പോൾ ഇടക്കാലത്ത് ഭരണം മാറിയത് കൊണ്ടുള്ള ബജറ്റാണ്. അപ്പോൾ അടുത്ത ഫെബ്രുവരിയിലായിട്ട് അല്ലെങ്കിൽ ജനുവരിയിലായിട്ട് വീണ്ടും ബജറ്റ് അവതരിപ്പിക്കും. അപ്പോൾ ഈ ഒരു ബജറ്റിൽ പെൻഷൻ വർധനവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അതുണ്ടായില്ല. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ പരാമർശങ്ങളൊന്നും ഉണ്ടായില്ല. ശേഷം സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുമോ എന്നുള്ള ആശങ്കയാണ് പല ആളുകൾക്കും ഉള്ളത്. പക്ഷേ ഇതിൽ ആ ഒരു പദ്ധതി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ബജറ്റിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലും ബജറ്റിന് മുമ്പുള്ള വാർത്താ സമ്മേളനത്തിലും എല്ലാം ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകിയിരുന്നു. ബജറ്റിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ നൽകിയിട്ടുള്ള മറുപടി ഇങ്ങനെയാണ്. അപ്പോൾ നിലവിലുള്ള പദ്ധതിയിൽ അപാകതകളുണ്ട്, അനർഹമായിട്ടുള്ളവർ ഈ പദ്ധതിയിൽ കയറിക്കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പരിശോധനകൾ ഉണ്ടാകും. പരിശോധനയ്ക്ക് ശേഷം ഇത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും വീണ്ടും പദ്ധതി നടപ്പിലാക്കാനുള്ള സാധ്യത. അപ്പോൾ പെട്ടെന്ന് ഇനി സ്ത്രീ സുരക്ഷാ പെൻഷൻ കിട്ടില്ല, പക്ഷേ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. പദ്ധതി വീണ്ടും ക്ലിയർ ചെയ്ത് ഡാറ്റയൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ പരിശോധനയ്ക്ക് ശേഷം അർഹരെ ഉൾപ്പെടുത്തി അനർഹരെ ഒഴിവാക്കിയതിന് ശേഷമായിരിക്കും പദ്ധതി വീണ്ടും ആരംഭിക്കാനുള്ള സാധ്യതയുള്ളത് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ സർക്കാർ ഫെബ്രുവരിയിലാണ് ആരംഭിച്ചത്. മാർച്ചിലോ വിതരണം ചെയ്ത് നിർത്തുകയാണ് ഉണ്ടായത്. ഏപ്രിൽ മാസത്തിൽ പിണറായി സർക്കാർ ആയിട്ടും അത് വിതരണം ചെയ്തില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 10 വർഷം പിണറായി സർക്കാർ ഭരിച്ചിട്ട് ഭരണം തീരാൻ ഇരിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. ഇത് വരുന്ന സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടാനുള്ള ഒരു പദ്ധതി മാത്രമായിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് എന്നാണ് ആക്ഷേപം. ഈ പദ്ധതി വോട്ടിന് വേണ്ടി പല അനർഹർക്കും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ അതാണ് ഈ ഒരു പദ്ധതി ഇപ്പോൾ താൽക്കാലികമായിട്ട് തടസ്സപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. വീണ്ടും പദ്ധതി തുടങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.